ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലും ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ എന്താ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാങ്ങ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 6 മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ചെനച്ച മാങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ചെനക്കാത്ത വെറും പച്ച മാങ്ങ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മള് വിറകടുപ്പിലാണ് കടുമാങ്ങ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അപ്പൊ ഇതാ അടുപ്പിലേക്ക് ചട്ടിന്ന് വെച്ച് കൊടുക്കണ്ടേ. ഉമ്മയാണ് കേട്ടോ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കണത്. അപ്പൊ ഇതാ ചട്ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മൾ 6 മാങ്ങാൻ എടുത്തിട്ടുള്ള അപ്പൊ അതിലേക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണത്. ഇതാ ഈ ഒരു കപ്പിലാണ് കേട്ടോ നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്, അളന്നെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇതാ മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി പോരുത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണേ. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക്. അപ്പൊ നമുക്ക് മാങ്ങ വേണ സമയം കൊണ്ട് ഇതിലേക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുക്കാണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടി ഒരു ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഉലുവ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഇതാ നമ്മളിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ രീതിക്കാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പൊ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കത് മാറ്റി വെക്കാം. ഇത് നമ്മളെ മാങ്ങ വന്നിട്ടുണ്ടോ നോക്കട്ടെ. അപ്പൊ ഇതാ മാങ്ങ ഒക്കെ ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് 2 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കണത്. അതുപോലെ 2 അച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ശർക്കര അതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. ഇനി കുറച്ച് സമയം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണേ. ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് നമ്മളെ മാങ്ങയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പൊ അതപ്പോ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ല നമ്മളെ മാങ്ങന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ പൊടി മുഴുവനായിട്ടും ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ശർക്കര ചേർക്കാതെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ശർക്കര ചേർത്തിട്ടാണ് ചെയ്തെടുക്കണത്. ശർക്കര ചേർക്കാതെ വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് നമ്മള് മാങ്ങ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ മാങ്ങ ഒക്കെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്ന് താളിച്ച് വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മാങ്ങയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇതാ എന്റെ മെസ്സിന്റെ സ്പെഷ്യൽ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അത്. നമ്മളെ പുളിഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ അച്ചാർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പുളിഞ്ചിന്റെ പോലെ തന്നെ ഒരു സ്വീറ്റും ഒരു സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ചോറിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നും കൂടി. ഇപ്പൊ മാങ്ങന്റെ ഒരു സീസൺ ആണല്ലോ. അപ്പൊ എല്ലാരും മാങ്ങ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.